ഹലോ, നമസ്കാരം. ഏവർക്കും കഥാതന്തുവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വരരുചിയെക്കുറിച്ചായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ കഥ നമുക്കിവിടെ തുടരാം. വരരുചിയുടെ ഉപായമനുസരിച്ച് മഹാരാജാവിൻ്റെ കൽപ്പനയാൽ ആ പറയ സന്താനത്തെ വാഴപ്പിണ്ടി ചങ്ങാടത്തിൽ ഉപേക്ഷിച്ച കാര്യം പറഞ്ഞല്ലോ, ആറ്റിലൂടെ ഒഴുക്കിക്കളഞ്ഞെന്ന് പറഞ്ഞല്ലോ. അതോടെ വരരുചിക്ക് താൻ രക്ഷപ്പെട്ടു, വലിയൊരു അധപതനത്തിൽ നിന്നും താൻ രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം കരുതി. വർഷങ്ങളങ്ങനെ കുറേ കടന്നുപോയി. ഒരിക്കൽ അദ്ദേഹം ദേശാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അന്ന് ഇന്നുള്ള മാതിരി ഹോട്ടലുകളോ മറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ വഴിയിൽ കാണുന്ന ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ അവർ ഭക്ഷണവും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു പഴയ കാലത്തെ പതിവ്. അല്ലെങ്കിൽ വഴിയിൽ ചിലയിടത്ത് സത്രങ്ങളുണ്ടാവും, അവിടെ താമസിക്കാം, അവിടെ ചിലപ്പോൾ ഭക്ഷണത്തിനുള്ള വകയുണ്ടാവും. അതല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഗൃഹത്തിൽ ചെല്ലും, അവരാൽ കഴിയാവുന്ന വിധം അതിഥിയെ സൽക്കരിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു പഴയ കാലഘട്ടത്തിൽ. അങ്ങനെ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ചെന്ന സമയത്ത് അവിടെയുള്ള ആ ബ്രാഹ്മണൻ, ആ ഗൃഹനാഥനായ ബ്രാഹ്മണൻ പറഞ്ഞു, ഭക്ഷണം കാലമായിട്ടുണ്ട്, വേഗം കുളിച്ചു വന്നാൽ അങ്ങേക്ക് ഊണ് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വരരുചിക്കൊരു ഈ ബ്രാഹ്മണനെ ഒന്ന് പരീക്ഷിക്കണമെന്നൊരു തോന്നൽ, അയാളുടെ ബുദ്ധിശക്തി എത്രയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ വരരുചി പറഞ്ഞു, എനിക്ക് ഊണ് കഴിക്കണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ട്, അതെല്ലാം സാധിക്കാൻ ഇവിടെ തരമാവുമോ എന്ന് ചോദിച്ചു. ഗൃഹസ്ഥൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞാലും സാധിക്കുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വരരുചി പറഞ്ഞു, എനിക്ക് കുളി കഴിഞ്ഞ് വന്നാൽ ഉടുക്കാൻ വീരാളിപ്പട്ട് വേണം. ഊണ് കഴിക്കുന്നതിന് മുൻപായി എനിക്ക് 100 പേർക്ക് ഭക്ഷണം കൊടുക്കണം, എന്നിട്ട് എനിക്ക് ഊണ് കഴിക്കാൻ പറ്റൂ. പിന്നീട് ഊണിന് 108 കൂട്ടം കറി വേണം. അടുത്ത നിബന്ധന, ഊണ് കഴിഞ്ഞാൽ എനിക്ക് 3 പേരെ തിന്നണം. ഏറ്റവും അവസാനമായി ഊണെല്ലാം കഴിഞ്ഞാൽ 4 പേരെന്നെ ചുമക്കുകയും വേണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ ബ്രാഹ്മണൻ ആകെ കൂടി അന്താളിച്ചു. ഇതെല്ലാം എങ്ങനെ സാധിച്ചു കൊടുക്കാനാണ്? അപ്പോൾ അകത്തുനിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടു. അത് പഞ്ചമി എന്ന് പറഞ്ഞ ഒരു കന്യകയുടേതായിരുന്നു. ആ കന്യക പറഞ്ഞു, അച്ഛാ, അതെല്ലാം ഇവിടെ റെഡിയാണ്, ശരിയാണ്, അദ്ദേഹത്തോട് പോയി കുളി കഴിഞ്ഞിട്ട് വന്നോളാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പം മകള് പറഞ്ഞതനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എങ്കിൽ അങ്ങ് പോയി കുളിച്ചിട്ട് വന്നോളൂ, എല്ലാം ശരിയാണ് ഇവിടെ എന്ന് പറഞ്ഞു. വരരുചി കുളിക്കാൻ പോയപ്പോൾ ഈ ബ്രാഹ്മണൻ അകത്ത് കയറി പഞ്ചമിയോട് ചോദിച്ചു, മോളെ, ഇതെല്ലാം എങ്ങനെ നമുക്ക് സാധിക്കാനാണ്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ കേട്ടില്ലേ ശരിക്ക്? അപ്പോൾ പഞ്ചമി പറഞ്ഞു, അച്ഛൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരം മനസ്സിലാവാഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന് കുളി കഴിഞ്ഞാൽ ഉടുക്കാൻ വീരാളിപ്പട്ട് വേണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ചീന്തൽ കോണകം വേണം, ചെറിയൊരു പട്ട് കോണകം. അതാണ് വീരാളിപ്പട്ട് എന്ന് ഉദ്ദേശിച്ചത്.
ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി 100 പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് വൈശ്യം കഴിക്കണം എന്നാണ്. അങ്ങനെ ഒരു ബ്രാഹ്മണന്മാർക്ക് അങ്ങനെ ഒരു ക്രിയ ഉണ്ടായിരുന്നു. ഈ വൈശ്യം എന്ന കർമ്മം കഴിച്ചാൽ 100 ദേവതമാർക്ക് ആഹാരം കൊടുത്ത മാതിരി, അല്ലെങ്കിൽ അവർക്കുള്ള ഇത് കൊടുത്ത മാതിരിയാണ് അത് കണക്കാക്കുന്നത്. അതാണ് 100 പേർക്ക് ഭക്ഷണം കൊടുത്ത മാതിരി ആണ് അതിനെ കണക്കാക്കുന്നത്. ഊണ് കഴിക്കാനായിട്ട് 108 കൂട്ടം കറി വേണമെന്ന് പറഞ്ഞത് ഇഞ്ചിക്കറിയെ ഉദ്ദേശിച്ചിട്ടാണ്. ഇഞ്ചിക്കറിക്ക് 108 കൂട്ടം കറിയുടെ ഫലമുണ്ടെന്നാണ് വൈപ്പ്. ഊണ് കഴിഞ്ഞാൽ 3 പേരെ തിന്നണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ് ഇവയൊന്ന് കൂട്ടി ഒന്ന് മുറുക്കണം പേഷായിട്ട്. പിന്നെ അതിനുശേഷം 4 പേര് ചുമക്കണമെന്ന് പറഞ്ഞാൽ കിടക്കാൻ ഒരു കട്ടിൽ വേണം. 4 കാലുണ്ടല്ലോ അതിന്, അതാണ് 4 പേരെന്ന് പറയണത്. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബ്രാഹ്മണന് സമാധാനമായി. വരരുചി വന്ന വഴിക്ക് എടുത്തു കൊടുത്തു ഒരു പട്ട് കോണകം, ഒരു ചീന്തൽ കോണകം. സന്തോഷമായി, വീരാളിപ്പട്ട് കിട്ടി. അടുത്തതായിട്ട് വൈശ്യം കഴിക്കാനായിട്ടുള്ള ചന്ദനം, ഹവിസ്, പൂവ് ഇതെല്ലാം അങ്ങ് എടുത്തു കൊടുത്തു. അദ്ദേഹം വൈശ്യം കഴിച്ചു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ കൂട്ടാനായിട്ട് ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം മുറുക്കാൻ വെറ്റില, അടയ്ക്കയും ചുണ്ണാമ്പും കൂടി കൊടുത്തു. അതും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പായും തലയണയും എല്ലാം ഇട്ട് ഒരുക്കിയ ഒരു കട്ടിലും കാട്ടിക്കൊടുത്തു. കിടന്നോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഭക്ഷണം കഴിഞ്ഞ് കിടന്നു. അപ്പോൾ വരരുചി ആലോചിച്ചു, ഈ കന്യക വളരെ ബുദ്ധിമതിയാണ്. അതുകൊണ്ട് എന്തു വന്നാലും ഇവളെ എനിക്ക് വിവാഹം ചെയ്യണം എന്ന് വിചാരിച്ചു. അത് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി ആ ബ്രാഹ്മണനെ അറിയിച്ചു. ബ്രാഹ്മണന് സന്തോഷമായി. അതുപ്രകാരം അവരുടെ വിവാഹവും നടന്നു. അവർ കുറേ നാൾ സസുഖം ജീവിച്ചു. അതിനിടയ്ക്കൊരു ദിവസം പഞ്ചമിയുടെ, വരരുചിയുടെ ഭാര്യയുടെ തലയിൽ ഒരു വലിയ മുറിപ്പാട് വരരുചി കണ്ടെത്തി. അദ്ദേഹം ചോദിച്ചത്, എങ്ങനെ ഇത്ര വലിയൊരു മുറിപ്പാട് നിൻ്റെ തലയിൽ വന്നത് എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനിത് ചെറുപ്പത്തിൽ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞു, ഞാൻ ശരിക്കും അവരുടെ മകളല്ലെന്ന്. ഒരു പിണ്ടിച്ചങ്ങാടത്തിൽ ആറ്റിലൂടെ ഒഴുകി വന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. എൻ്റെ തലയിലൊരു പന്തവും തറച്ചിട്ടുണ്ടായിരുന്നു. അവർ എന്നെ എടുത്ത് വളർത്തിയതാണ്, അല്ലാതെ ഞാൻ അവരുടെ ശരിയായ മകളല്ല, വളർത്തുപുത്രിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വരരുചിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി. ശിരോലിഖിതം മാച്ചു കളയാനായിട്ട് സാധിക്കില്ലല്ലോ. എന്താ ചെയ്യുക? വന്നത് വന്നു. ഇനി ഏതായാലും ഇനിയുള്ള ജീവിതം ദേശസഞ്ചാരം നടത്തി ജീവിക്കാം എന്ന് വരരുചി തീരുമാനിച്ചു. അതനുസരിച്ച് അദ്ദേഹം ഭാര്യയെയും കൂട്ടി ദേശസഞ്ചാരത്തിന് ഇറങ്ങി. അവർ പല ദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ മലയാളക്കരയിലെത്തിപ്പെട്ടു. ഇതിനിടയിൽ വരരുചിയുടെ ഭാര്യ പഞ്ചമി ഗർഭിണിയായി. ഗർഭം തികഞ്ഞു. പ്രസവ സമയം അടുത്തപ്പോൾ അവരപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പഞ്ചമിക്ക് കലശലായ പ്രസവവേദന തുടങ്ങി.
അപ്പോൾ വരരുചി പറഞ്ഞു, ഇതാ അവിടെ കാണുന്ന ആ കുറ്റിക്കാട്ടിൽ അവിടെ പോയി പ്രസവിച്ച് വന്നോളൂ. വളരെ സിമ്പിൾ അല്ലേ? എന്ത് ചെയ്യാൻ? അവർക്ക് വേറെ ആരുമില്ല, സഹായത്തിനോ യാതൊന്നിനും ആരുമില്ല. അവിടെ പോയി ആ കുറ്റിക്കാട്ടിലോട്ട് കയറി പഞ്ചമി ആദ്യത്തെ സന്താനത്തിന് ജന്മം നൽകി. കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ വഴിയിൽ കാവൽ നിൽക്കുന്ന മാതിരി നിൽക്കുകയാണ് വരരുചി. അദ്ദേഹം ചോദിച്ചു, കുഞ്ഞിന് വായുണ്ടോ എന്ന്. പഞ്ചമി പറഞ്ഞു, ഉണ്ട്, എങ്കിൽ ആ കുഞ്ഞിനെ എടുക്കണമെന്നില്ല. വായ കീറിയ ദൈവം ഇരയും കൊടുത്തുള്ളൂ, ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോന്നോളൂ എന്ന് പറഞ്ഞു. ആ സ്ത്രീക്ക് അത് വല്ലാത്തൊരു ആഘാതമായിരുന്നു. പക്ഷേ ഭർത്താവ് പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാൻ പതിവ്രതയായ അവർക്ക് കഴിയുമായിരുന്നില്ല. അവർ വളരെയധികം മനോവേദനയോടെ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് വരരുചിയോടൊപ്പം സഞ്ചാരം തുടർന്നു. അവർക്ക് യാതൊരു പ്രസവ ശുശ്രൂഷയോ യാതൊരു തരത്തിലുള്ള പ്രസവാനന്തര സഹായങ്ങളോ യാതൊന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല. ദൈവം തന്നെ കൂട്ട്, അത്രയേ ഉള്ളൂ. ഇങ്ങനെ അവർ സഞ്ചാരത്തിനിടയിൽ 11 സ്ഥലങ്ങളിലായി 11 പ്രസവങ്ങൾ കഴിഞ്ഞു. ഇതേമാതിരി തന്നെ കുഞ്ഞിന് വായുണ്ടോ എന്ന് ചോദിക്കും, ഉണ്ടെന്നുള്ള ഉത്തരം കിട്ടും. വായ കീറിയ ദൈവം ഇരയും കൊടുത്തോളൂ, കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് ഭാര്യയെയും വിളിച്ചുകൊണ്ട് വരരുചി പോകും. അങ്ങനെ 12ാമത്തെ പ്രസവം നടന്ന സമയത്ത് ആ പാവം സ്ത്രീക്ക് വളരെയധികം അതികലശലായിട്ടുള്ളൊരു മോഹം, ഒരു കുഞ്ഞിനെയെങ്കിലും താലോലിക്കണം, ഒരു കുഞ്ഞിനെയെങ്കിലും മുലയൂട്ടണം. സ്ത്രീകളിൽ സഹജമായിട്ടുള്ള ആ ആഗ്രഹങ്ങളുണ്ടാവില്ലേ? അത്രയും നാൾ അവരത് കടിച്ചു വെച്ചെങ്കിലും അത്തവണ വരരുചി ചോദിച്ചപ്പോൾ, കുഞ്ഞിന് വായുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, കുഞ്ഞിന് വായില്ല എന്നുള്ളൊരു നുണ പറഞ്ഞു. ശരി, എങ്കിൽ കുഞ്ഞിനെയും എടുത്തോളൂ എന്ന് പറഞ്ഞു. അവർക്ക് വളരെ സന്തോഷമായി. ആ കുഞ്ഞിനെയും അവർ എടുത്ത് അവർ യാത്ര ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞ് പഞ്ചമി കുഞ്ഞിനെ നോക്കിയപ്പോൾ ആ കുഞ്ഞിന് വായില്ലാതായിരിക്കുന്നു. അവർ പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ സംഭവിച്ചു. ആ കുഞ്ഞിന് വായില്ലാതായി. ഉടനെ അവരത്, എനിക്കിങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു, എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ ഇത്രയും നാൾ ഞാൻ തടുത്തു നിർത്തി, അതുകൊണ്ട് ഇത്തവണ എനിക്കിങ്ങനെ സംഭവിച്ചു പോയി തെറ്റ് എന്ന് അവർ വരരുചിയോട് അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, എല്ലാം ദൈവഹിതം, ഒരു കാര്യം ചെയ്യാം. അവിടെ അടുത്തൊരു കുന്നിൻ പ്രദേശമുണ്ടായിരുന്നു. അവർ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ആ കുന്നിൻ മുകളിൽ പ്രതിഷ്ഠിച്ചു. ഇന്നും പ്രസിദ്ധമായ വായില്ലാ കുന്നിലപ്പൻ എന്ന ദേവൻ ആ കുഞ്ഞാണ്. അങ്ങനെ 12 പ്രസവങ്ങൾ പലയിടത്തായി അവർ നടത്തി. അതിൽ 11 കുഞ്ഞുങ്ങൾ ജീവിച്ചിരുന്നു. ഈ 12 മക്കളെ പറ്റി പറയുന്നതാണ് പറയിപെറ്റ
പന്തിരുകുലം എന്നുള്ളത്. അതിന് ഒരു ശ്ലോകമുണ്ട്. അവരുടെ 12 പേരുടെയും പേരുകൾ ചേർത്തുകൊണ്ട് അത് ഇത്തരത്തിലാണ്: മേഴത്തോൾ അഗ്നിഹോത്രി, രചകൻ ഉളിയന്നൂർ തച്ചനും, പിന്നെ വള്ളോൻ വായില്ലാക്കുന്നിലപ്പൻ, വടുതലമരുവും നായരും, കാരയ്ക്കൽ മാതാ ചെമ്മേ കേളുപ്പുകൂറ്റൻ, പെരിയ തിരുവരങ്കത്തെഴും പാണനാരും, നേരെ നാരായണത്തു ഭ്രാന്തനും മുട നഗവൂർ ചാത്തനും പാക്കനാരും. അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. അങ്ങനെ അവർ സഹോദരന്മാരാണെന്നറിയാതെ പലരും പല സ്ഥലത്തായി പല ജാതികളിൽപ്പെട്ടവരാണ് അവരെ എടുത്തു വളർത്തിയത്. ആ സംസ്കാരമനുസരിച്ച് അവരെല്ലാം വളർന്നു വന്നു. ഇവിടെ നമുക്ക് വരരുചിയെ പറ്റിയുള്ള കഥ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തതായി നമുക്ക് ഈ പറയിപെറ്റ പന്തില കുലത്തിലെ പ്രശസ്തരായ കുറച്ച് പേരിലൂടെ നമുക്ക് കടന്നു പോകാം. ഇപ്പോൾ ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നന്ദി.